اللهم صل على سيدنا محمد وعلى آل وأصحاب واتباع سيدنا ومولانا محمد اللهم صل وسلم وبارك عليه. സ്നേഹാദരവും ബഹുമാനവും നിറഞ്ഞ സാദാത്യങ്ങൾ, ഉലമാക്കൾ, ഉമറാക്കൾ, മജ്ലിസിന്റെ സ്നേഹനിധികളായ ഉമ്മപ്പെങ്ങന്മാർ, മറ്റു സുഹൃത്തുക്കൾ, മാസം തോറും നടത്തിവരാറുള്ള അതിമഹത്തായ സഖാഫിയ റാത്തിബിന്റെ റമദാൻ ഷരീഫിന്റെ മാസത്തിന്റെ മജ്ലിസിലാണ് നാം ഏവരും ഒരുമിച്ച് കൂടിയത്. കഴിഞ്ഞ പരിശുദ്ധ റമദാൻ ഷരീഫിൽ നമ്മോടു കൂടെ ജീവിച്ച, തൊട്ട് അടുത്തിരുന്ന, സംസാരിച്ച, ചിരിച്ച, പല പ്രവർത്തന മേഖലകളിൽ മുന്നേറിയ അവരൊക്കെ ഇന്നും 6 അടി മണ്ണിലാണ്. നമ്മേക്കാൾ ആരോഗ്യം കുറഞ്ഞവരല്ല, നമ്മേക്കാൾ ആയുസ്, നമ്മേക്കാൾ പ്രായം കുറഞ്ഞവരും ആരോഗ്യം കൂടിയവരും നല്ല ആഫിയത്തുണ്ടായ ആൾക്കാർ ഇന്ന് നമ്മുടെ മുമ്പിൽ ഇല്ല. ഇപ്പൊ മരണത്തിന് ആരോഗ്യമോ അതല്ലെങ്കിൽ ബുദ്ധിയോ പൗടിത്തമോ കഴിവോ പ്രശ്നമല്ല. നാം അതുപോലെ തന്നെ വരുന്ന കൊല്ലം ഈ പരിശുദ്ധ റമദാൻ ഷരീഫിൽ നാം ഉണ്ടാകുമോ ഉണ്ടാവുകയില്ലേ എന്ന് അല്ലാഹു അലം. അല്ലാഹു ജല്ല ജലാലുഹു നമുക്കൊക്കെ അവന്റെ പൊരുത്തത്തിനായി ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞ എല്ലാവരുടെയും ഖബറു ജീവിതം അല്ലാഹു സ്വർഗത്തിന്റെ മണിയറയാക്കി മാറ്റുമാറാവട്ടെ. സുഹൃത്തുക്കളെ, പരിശുദ്ധ റമദാൻ ഷരീഫ് നമ്മളിലേക്ക് വന്നു, ഏകദേശം പകുതിയിലേക്ക് എത്തി. ഇനിയുള്ള ദിവസങ്ങളും സമയങ്ങളും നിമിഷങ്ങളും വലിയ പ്രാധാന്യമുള്ളതാണ്. ദാനധർമ്മത്തിനും ഇബാദത്തിനും തഖ്വയിലൂടെ ജീവിച്ച് മുത്തഖികളാകാനുള്ള ഒരു വഴിയാണ്. മുത്തഖികളാകണമെങ്കിൽ ധാരാളം തഖ്വ വേണം. ആ തഖ്വക്ക് ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു മാസമാണ് പരിശുദ്ധ റമദാൻ ഷരീഫ്. അല്ലാഹു ജല്ല ജലാലുഹു ഇതുവരെക്കും നോറ്റ നോമ്പ്, ദാനധർമ്മങ്ങൾ, മറ്റ് അഅമാലുകൾ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. വല്ല പോരായ്മകൾ, കുറവുകൾ ഉണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാവട്ടെ. ഇനിയുള്ള ദിവസങ്ങളിൽ ധാരാളം ഇബാദത്തിൽ മുഴുകി ജീവിക്കാൻ അല്ലാഹു ജല്ല ജലാലുഹു തൗഫീഖ് നൽകുമാറാവട്ടെ. കോടാനകോടി ജനതകളെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിന്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുമ്പോൾ സാധുവായ നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട നമ്മുടെ ഭാര്യ മക്കളടക്കം എല്ലാവരെയും അല്ലാഹു ജല്ല ജലാലുഹു സ്വർഗത്തിന്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ മജ്ലിസും നാമുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രവർത്തനങ്ങൾ മജ്ലിസ് കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. അതിന്റെ ഫലവും മെച്ചവും അതിനുള്ള ഗുണവും ഒക്കെ നാം അറിഞ്ഞവരാണ്, പറഞ്ഞ് അറിയിക്കേണ്ടതില്ല. ഇന്ന് പ്രത്യേകിച്ചിട്ട് നാം ഇവിടെ ഒരുമിച്ച് കൂടിയത് കൂടുതൽ പ്രസംഗിക്കാനോ ഒന്നുമല്ല. സഖാഫിയ റാത്തീബ് എന്ന അതിമഹത്തായ റാത്തീബ് ചൊല്ലി നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കൊക്കെ യാസീനോദി ദുആ ചെയ്ത് നല്ല നോമ്പുതുറ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ നോമ്പുതുറ കഴിഞ്ഞ് ജമാഅത്തായി നിസ്കരിച്ച് നമുക്ക് റാഹത്തോടുകൂടെ വിട പറഞ്ഞ് നമ്മുടെ മഹല്ലുകളിൽ മറ്റ് നിസ്കാരങ്ങളും തറാവീകളും നിറവേറ്റാൻ അല്ലാഹു ജല്ല ജലാലുഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ നാട്ടിൽ, ഈ സ്ഥലത്ത് കഴിഞ്ഞ വർഷം ഇങ്ങനെ പള്ളി ഉണ്ടായിരുന്നില്ല. വളരെ അത്ഭുതമാണ്. ഈ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ദാഹിച്ച, ആഗ്രഹിച്ച ഒന്നായിരുന്നു നിസ്കരിക്കാൻ കൃത്യസമയത്ത് ഒരു പള്ളി വേണമെന്ന്. ഒരു കണക്കിൽ പറയാം, നമുക്ക്
മുടിപ്പിന്റെ ഒരു നോളജ് സിറ്റിയാണിത്. പല ആൾക്കാരും പറയാതെ പറയുന്നുണ്ട്. കാരണം മുടിപ്പ് ജംഗ്ഷന് ദിവസം തോറും ജനങ്ങളെ കൊണ്ടും വാഹനങ്ങളെ കൊണ്ടും തിങ്ങി വിയർപ്പ് മുട്ടുമ്പോൾ സർക്കാർ ഒരു നിയമം നിലവിൽ വെച്ചു, ബസ് സ്റ്റാൻഡ് ഇതിന്റെ മുമ്പിൽ ഉണ്ടാക്കണമെന്ന്. അങ്ങനെയാണ് ഇടയ്ക്കൊക്കെ കേൾക്കാനിടയായത്. സൗകര്യം കുറഞ്ഞതുകൊണ്ട് മുടിപ്പ് ഹൃദയഭാഗത്തിൽ ബസ് സ്റ്റാൻഡിനെ ഇങ്ങോട്ട് മാറ്റണമെന്നാണ്. അപ്പൊ എനിക്ക് ഓർമ്മ വന്നുപോയി, നമ്മുടെ മർക്കസിന് ആദ്യകാലത്ത് ഒരു കമർഷ്യലിന് വേണ്ടി സ്ഥലം വാങ്ങിയപ്പോ ബസ്സിൽ പോകുന്നവരൊക്കെ തമാശയാക്കി നിന്ദിച്ചു. വെള്ളവും ചളിയും കൊതുകുകളും ഒരുമിച്ച് കൂടിയ ജനങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യാത്ത, വില കൽപ്പിക്കാത്ത ഒരു വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലമായിരുന്നു കോഴിക്കോട് വാങ്ങിയത്. പിന്നീട് റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് കോഴിക്കോടിന്റെ പുതിയ ബസ് സ്റ്റാൻഡ് ഇന്ന് മർക്കസ് കമർഷ്യൽ കോംപ്ലക്സ് നിലവിലുള്ള മുമ്പിലാണ് വന്നത്. അപ്പോഴാണ് എല്ലാവരും വിരട് കടിച്ചത്. അപ്പോഴാണ് ജനങ്ങൾക്ക് ബോധ്യം വന്നത്, പണ്ഡിതന്മാരും സാദാത്യങ്ങളും ദീർഘമായി ചിന്തിച്ചിട്ട് ഒരു വിഷയത്തിലേക്ക് മുന്നേറുകയുള്ളൂ എന്ന്. ഇന്ന് ആ സ്ഥലം കോഴിക്കോടിന്റെ ഹൃദയമായി മാറി എന്നതുപോലെ മുടിപ്പിൽ നമുക്ക് എല്ലാ വിഷയത്തിലും എന്തിനും എവിടെ പോവുകയാണെങ്കിലും വരികയാണെങ്കിലും വിശാലമായ പാർക്കിംഗ് വ്യവസ്ഥകളുള്ള ഒരു സ്ഥലമാണ് ഈ എജു പാർക്ക്. എന്ന് മാത്രമല്ല, ജുമഅക്ക് പല നാട്ടിൽ നിന്നും ഇവിടത്തേക്ക് ആൾക്കാർ വരുന്നുണ്ട്. എന്താ അതിന്റെ പ്രത്യേകത? രണ്ടാളാണ് ഖുതുബ നിർവഹിക്കുന്നത്, ഒന്ന് എ ഒന്ന് പി. എ പി എന്ന് പറഞ്ഞെങ്കിൽ എ ആദൂർ തങ്ങൾ, പി പാത്തൂർ തങ്ങൾ. ഈ രണ്ട് സാദാത്യങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും ജുമഅക്ക് ഒന്നോ എ അല്ലെങ്കിൽ പി, അല്ലെങ്കിൽ ആദൂർ അല്ലെങ്കിൽ പാത്തൂർ, രണ്ടാളൊരാൾ ഖുതുബ നിർവഹിക്കും. ഇനി അവരല്ലാത്ത സമയത്ത് മറ്റൊരാൾക്ക് പെർമിഷൻ കൊടുത്തെങ്കിൽ അവർ ഖുതുബ നിർവഹിക്കും. അപ്പൊ സാദാത്യങ്ങളെ അതിമഹത്തായ ഖുതുബയും ശേഷമുള്ള വഅളും ദുആയും കിട്ടാൻ വേണ്ടി ജനങ്ങൾ ഓടിയെത്തുന്നു. മറ്റൊരു വിഷയം, മംഗലാപുരത്ത് 2 മണിന്റെ ശേഷം രോഗികളെ സന്ദർശിക്കാൻ വേണ്ടി വിടുന്നത് കൊണ്ട് ഇവിടെ നിസ്കരിച്ചു പോയാൽ കൃത്യസമയത്ത് ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ കയറാൻ സാധിക്കും. അങ്ങനെയും വലിയ യാത്രക്ക് പോകുന്നവർക്ക് വലിയ സൗകര്യമാണ് ഇവിടുത്തെ ജുമുഅ. എന്ന് മാത്രമല്ല, വളരെ നല്ല ഭംഗിയായിട്ടുള്ള ബാങ്കും ഖിറാഅത്തും മറ്റുമൊക്കെ നമ്മെ ശ്രദ്ധ മക്ക മദീനയിലേക്ക് പിടിച്ചു പറ്റുന്ന ഒന്നും കൂടിയാണ്. ഇങ്ങനെ ഒന്നുമില്ലാത്ത ഒരു വിശാലമായ മരുഭൂമി കിടക്കുന്ന സ്ഥലത്ത് വലിയ അതിമഹത്തായ സൗന്ദര്യമുള്ള 6 മിനാരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പള്ളി തലയെഴുന്നേറ്റ് നിന്നപ്പോൾ യാത്രക്കാർ പലരും പറയുന്നുണ്ട്, അൽഹംദുലില്ലാഹ്, തായ മുതുങ്ങാർ കഡ്വ എന്ന് പറയുന്ന കുടിയിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ നമ്മുടെ ശിആറ്, നമ്മുടെ ചിത്രണം കാണാത്ത മുടിപ്പ് എന്ന് സംഘടനാ പ്രവർത്തനത്തിന് കാലങ്ങൾ കഴിഞ്ഞെങ്കിലും അതിന്റെ ഒരു സൗന്ദര്യം ഇന്ന് ആ ചാർമിനാർ പള്ളി എടുത്തു കാട്ടി ജനങ്ങളെ സ്വാഗതം ചെയ്യുന്നു, ജനങ്ങളെ മാടി വിളിക്കുന്നു എന്നത് നമ്മൾ മാത്രമല്ല, ചുറ്റുഭാഗത്തേക്ക് ഈ യാത്ര പോകുന്ന എല്ലാവരും സന്തോഷിക്കുന്ന ഒരു വിഷയമാണ്. അല്ലാഹു ജല്ല ജലാലുഹു ഈ പള്ളിയിലേക്ക് വന്ന് ധാരാളം ഇബാദത്ത് എടുക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ പള്ളി സ്മരിക്കുന്നതിനേക്കാളും മുമ്പ് നമുക്ക് സ്മരിക്കേണ്ടതുണ്ട്. 40-45 വർഷം കഴിഞ്ഞ് 50ാം വാർഷികം ഗോൾഡൻ ജൂബിലിയിലേക്ക് കച്ചകെട്ടി ഒരുങ്ങി നിന്ന നമ്മുടെ മുടിപ്പിന്റെ ഹൃദയഭാഗത്തിൽ ഡിഗ്രി കോളേജ് പ്രവർത്തനം നടത്തുന്നുണ്ട്. ആ ഡിഗ്രി കോളേജിൽ നമ്മുടെ മുടിപ്പിന്റെ പരിസരത്തിൽ നിന്ന് ധാരാളം കുട്ടികൾ കോളേജിലേക്ക് പഠിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അവർക്ക് നിസ്കരിക്കാനുള്ള ഇടമില്ല. ഇന്ന് വാട്സാപ്പിന്റെ കാലമാണല്ലോ, സോഷ്യൽ മീഡിയയുടെ കാലമാണ്. എല്ലാ അനാവശ്യമായ ചിത്രണങ്ങളും നോക്കലും പിടിക്കലും സംസാരിക്കലും ചാറ്റ് ചെയ്യലും ഈ കാലഘട്ടത്ത് അതിന്റെ പ്രയാസം കണ്ട് തങ്ങളുടെ ഉസ്താദിന് മുമ്പിൽ 2-3 ആൾക്കാർ വന്ന് പറഞ്ഞു, നമ്മുടെ പെൺകുട്ടികൾ ആരെയോ ഒന്നിച്ച് പോകുന്നുണ്ട്, എന്തൊക്കെ അനാവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്, അവരൊന്ന് കോർത്തിണക്കാനുള്ളൊരു വഴി കണ്ടെത്താൻ കഴിയുമോ എന്ന് തങ്ങൾ അതിന് വഴി കണ്ടെത്തിയത് ഇന്ന സ്വലാത്ത തൻഹാനിൽ ഫഹ്ശാഇ വൽ മുൻകർ, എല്ലാ മോശപ്പെട്ട പ്രവർത്തികളിൽ നിന്ന് ജനങ്ങളെ ശുദ്ധീകരിച്ചു കൊണ്ടുവരുന്നത് അത് നിസ്കാരമാണ്.
അവരെ നിസ്കരിക്കാനുള്ള ഒരു പദ്ധതി മുടിപ്പിന്റെ ഹൃദയഭാഗത്തിൽ ഒരു നമുക്ക് പ്രേയർ ഹാൾ ഉണ്ടാക്കണമെന്ന്. എന്നാൽ നമുക്ക് ലക്ഷക്കണക്കിന് വില വരുന്ന സ്ഥലം വാങ്ങാൻ സാധിക്കുകയില്ല, ഇനി സ്ഥലവുമില്ല. അങ്ങനെയാണ് ബഹുമാനപ്പെട്ടവർ ഉടനെ എനിക്ക് ഫോൺ വിളിച്ചു. 2 റക്അത്ത് ഇസ്തിഖാറത്തിന്റെ സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചു. മശായിഖന്മാരെ മേലെ ഫാത്തിഹ ഓതി ബഹുമാനപ്പെട്ടവർ ഉദ്ദേശിക്കുന്ന 1-2 ആൾക്ക് വിളിച്ചു. റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജന്മദിനം കൊണ്ട് ലോകം സന്തോഷിക്കുന്ന അതേ ഒരു റബീഉൽ അവ്വൽ വെച്ചിട്ടാണ് നമുക്ക് മുടിപ്പിന്റെ ഹൃദയഭാഗത്ത് നമ്മുടെ മുടിപ്പിന്റെ 10-30 മഹല്ലകളിന്റെ ചുറ്റുഭാഗത്ത് നിന്ന് കോളേജിലേക്ക് വരുന്ന പെൺകുട്ടികൾക്ക് നിസ്കരിക്കാൻ വേണ്ടി ഒരു വിശാലമായ 600 കുട്ടികൾക്ക് നിസ്കരിക്കാൻ പറ്റുന്ന പ്രേയർ ഹാള് സ്ഥാപിച്ചത്. എത്ര ലക്ഷം? 9 ലക്ഷം ഉറുപ്പിക കയ്യിൽ നിന്ന് മുടക്കി വളരെ സൗന്ദര്യമായ ഉളൂ ചെയ്യാനും ടോയ്ലറ്റും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഹാളാണ്. അത് തായല്ല, സേഫ്റ്റി ആയിട്ട് ബിൽഡിങ്ങിന്റെ 1ാമത്തെ തട്ട് 1ാമത്തെ ഇടത്താണ് അതിന്റെ റൂമുകൾ ഉണ്ടാക്കിയത്. എന്നിട്ടോ നിസ്കരിക്കാൻ വേണ്ടി ഇമാമത്തിന് ആലിമത്തായ സ്ത്രീകളെ നിയമിച്ചു. അസറും മഗ്രിബും ലോഹർ ഖവാവാതിരിക്കാൻ വേണ്ടി ലോഹർ കഴിഞ്ഞാൽ അസറും ലോഹർ നിസ്കരിച്ചതിന്റെ ശേഷം 10 മിനിറ്റ് ഒരു നസീയത്ത്, അനാവശ്യമായ അനാചാരം, തമ്മാടിത്തരം, ദുശ്ശീലങ്ങൾ മുഴുവനും മനസ്സിൽ നിന്ന് നീങ്ങിപ്പോയി നിസ്കാരത്തിലൂടെ അവരെ സംസ്കരിച്ചെടുത്ത് എന്നിട്ട് അസ്വലാത്തു മിഫ്താഉൽ ജന്ന, നിസ്കാരം എന്നത് സ്വർഗത്തിന്റെ കീയാണ്, താക്കോലാണ്. ആ താക്കോൽ ശരിക്കുണ്ടെങ്കിലേ പൂട്ടു തുറയുകയുള്ളൂ. ആ നിസ്കാരത്തിന്റെ മഹത്വവും ശ്രേഷ്ഠതയും ഫളായിലും കുട്ടികളുടെ മനസ്സിൽ ഇട്ടുകൊടുത്ത് ആ കുട്ടികളെ നന്നാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് മജ്ലിസ് ആദ്യം പ്രവർത്തിച്ചത്. വർഷങ്ങളോളം നമ്മുടെ പ്രവർത്തന ഇവിടെ ഉരുണ്ട് മുന്നേറിക്കൊണ്ടിരിക്കവേ ആരും ആരെയും പ്രയാസപ്പെടുത്താതെ ഇത്തരത്തിലുള്ള ഒരു വിഷയമായി തങ്ങൾ ഉസ്താദിന് മുമ്പിൽ എത്തിയപ്പോൾ അത് ഇരുകൈ കൊണ്ട് സ്വീകരിച്ച് അന്യ ചുറ്റുഭാഗത്തിന്റെ 10-30 മഹല്ലുകളിൽ വരുന്ന സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രേയർ ഹാള് ഒരു റബീഉൽ അവ്വലിൽ ഉദ്ഘാടനം ചെയ്തു. ധാരാളം ക്ലാസുകളും നിസ്കാരങ്ങളും അവിടെ നടന്നു. ഇന്നത്തെ സ്ഥിതിഗതി അറിയുകയില്ല. അപ്പൊ അത്തരത്തിലുള്ള പ്രതിഫലമുള്ള ഉപകാരമുള്ള ഉപയുക്തമായ വിഷയങ്ങൾ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് ചെയ്തു തരുമ്പോൾ അത് സ്വീകരിക്കേണ്ടത്, അതിനെ പുരോഗമിപ്പിക്കേണ്ടത്, അതിനെ പ്രോത്സാഹിക്കേണ്ടത് നമ്മുടെ ഒക്കെ ബാധ്യതയാണ്, കടമയാണ്. അല്ലാഹു ജല്ല ജലാലുഹു അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ചുരുക്കുന്നു, നമുക്ക് റാത്തീബും സുന്ദരമായ നിലയ്ക്ക് നമ്മുടെ റാത്തീബിനെ കുറിച്ചിട്ട് പല ആൾക്കാരും പറയാനുണ്ട്. ശ്വാസം മുട്ടിയിട്ട് തിരക്ക് കൂട്ടിയിട്ട് പറയലല്ല, വളരെ വ്യക്തമായ ലളിതമായി ഒരു തസ്ബീഹിന്റെ മാല എന്നുള്ള അതിന്റെ കായകൾ എങ്ങനെ വരുന്നുണ്ടോ അതേപോലെ വ്യക്തമായ രീതിയിലാണ് നമ്മുടെ മജ്ലിസ് ദിക്റൊക്കെ ചൊല്ലൽ. അല്ലാഹു ജല്ല ജലാലുഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ മജ്ലിസിന്റെ അവസാനം നമ്മുടെ മംഗലാപുരത്ത് നിന്ന് പ്രമുഖ ഉമറാക്കൾ വന്നെത്തും. അവരൊക്കെ മുമ്പിൽ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ഓരോ വ്യക്തികളുടെ പേര് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യും. അല്ലാഹു ജല്ല ജലാലുഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ഈ മഹത്തായ മജ്ലിസിൽ നമുക്ക് നേതൃത്വം നൽകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായ ഇതിന്റെ ശില്പി ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അഷ്റഫ് അസ്സഖാഫ് തങ്ങൾ മദനി ആദൂർ അവരിലേക്ക് ഈ മജ്ലിസ് അവരുടെ ഇരു കൈയിലേക്കും ഏൽപ്പിച്ച് അല്ലാഹു ജല്ല ജലാലുഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ തണലിലായി നമ്മൾക്ക് പ്രവർത്തിക്കാൻ അല്ലാഹു ജല്ല ജലാലുഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ പാത്തൂർ തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന പാത്തൂരിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച 10 കഴിഞ്ഞ് 11ാമത്തെ മഗ്രിബോട് അടുത്തിട്ട് നമ്മൊരു മജ്ലിസ് നടത്തി എല്ലാ മാസവും നടത്താറുണ്ട്. ബഹുമാനപ്പെട്ട പാത്തൂർ സയ്യിദ് ജലാലുദ്ദീൻ ജമലുലൈ തങ്ങൾ പാത്തൂർ ദുആയിരുന്നു നമുക്ക് തന്നു. അല്ലാഹു ജല്ല ജലാലുഹു ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥന ദുആ സ്വാഗതമായി അർപ്പിക്കുന്നു. നമ്മുടെ മജ്ലിസിൽ ഇവിടുത്തെ അധ്യാപകരിൽ ഒരാളായ ബഹുമാനപ്പെട്ട അബൂബക്കർ മദനി ഉസ്താദ് തോട്ടാൾ, ജമാലുദ്ദീൻ സഖാഫി മുതുങ്കാർ, പിന്നെ ഫാദിൽ സഅദി തൗടുപള്ളി, അബൂബക്കർ ഹാജി മദ്യനടുക്ക, നമ്മുടെ ഇവിടുത്തെ പുതിയ മുഅദ്ദിൻ ഉസ്താദ്, നമ്മുടെ ഇവിടുത്തെ ഇമാം ഉസ്താദിന്റെ ഉപ്പ
സിദ്ദീഖ് സഖാബി അടക്കമുള്ള നമ്മുടെ ഫസൽ മീഡിയ അടക്കമുള്ള എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം പറയുന്നു. അല്ലാഹു ജല്ല ജലാലുഹു അവന്റെ പൊരുത്തത്തിലായി അവന്റെ ത്വാഅത്തിലായി ദീർഘായുസ്സും ആഫിയത്തും തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈ പരിപാടിയെ വീക്ഷിക്കുന്ന വിദേശത്തുള്ള നമ്മുടെ പ്രവർത്തകർ, നമ്മുടെ നേതൃത്വം, നമ്മോട് സഹകരിക്കുന്ന എല്ലാവർക്കും അല്ലാഹു ഖൈർ കൊണ്ട് അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന ദുആയോടുകൂടെ എൻ്റെ വാക്കിൽ ഞാൻ വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.